ഓം ശ്രീ സായിരാം. സർവാന്തര്യാമിയായ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് അന്തർശൗചിത്വം ഇന്ന് 324 ദിവസമാണ്. അതിലേക്ക് എല്ലാവരെയും ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് വായിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനുമായിട്ട് ഡോക്ടർ മനോഹരൻ കണ്ണൂർ അവരുടെയാണ് ഉള്ളത്. ഞാൻ 3 ഓംകാരവും 3 ഗായത്രിയും വായിച്ചു ചൊല്ലുക. അതിനുശേഷം 10 മിനിറ്റ് സായി വാണി വായിക്കണം. പിന്നീട് 10 മിനിറ്റ് ഭഗവാൻ നൽകിയ അനുഗ്രഹം പങ്കുവെക്കണം. പിന്നീട് സ്വാമിയുടെ പ്രഭാഷണം കഴിഞ്ഞ് ഭജന പാടണം. ഇങ്ങനെയാണ് കാര്യങ്ങൾ. മനോരമക്ക് ഓംകാരം തുടങ്ങിക്കോളും. ഓം 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 സായീശ്വരായ വിദ്മഹി സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹി സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹി സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. തുടങ്ങാം. അതെ, വായിക്കാം. 1960കളുടെ അവസാനത്തിലൊരു ദിവസം, ചിലപ്പോൾ 69-ലായിരിക്കാം, ഞാനും ഭാര്യയും സായിബാബയുടെ കൂടെ തനിയെ അദ്ദേഹത്തിൻ്റെ ആശ്രമങ്ങളിലൊന്നിൽ ഒരു മുറിയിലിരിക്കുന്നു. ഇതാണ് മർഫറ്റ് അവർകൾ പറഞ്ഞ വാക്കാണിത്. സ്വാമി അരുളി, അചിന്തിതമായ രീതിയിൽ എന്ന് തോന്നും വിധം വിവേകാനന്ദൻ ശ്രീലങ്കയിൽ പുനർജനിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസവും പരിശീലനവും പൂർത്തിയാകുമ്പോൾ അദ്ദേഹം എൻ്റെ ദൗത്യത്തിൽ ഏർപ്പെടുന്നതായിരിക്കും. 25 സംവത്സരങ്ങളിലധികം പുറകിലേക്ക് നോക്കി ആ രംഗം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു, ഭഗവാൻ ആ മഹത്തായ വാർത്ത ഞങ്ങളോട് അരുളിയത് മൂലം ഞങ്ങൾ എത്രമാത്രം അനുഗ്രഹീതരായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് ശരിക്കും അത് അനുഭവിക്കാനായില്ല, മനസ്സിലാക്കുവാനായില്ല. ആ സമയം സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് വളരെയൊന്നും എനിക്കറിയാമായിരുന്നില്ല. എങ്കിലും ഞാൻ മനസ്സിലാക്കിയിരുന്നു, ശ്രീ രാമകൃഷ്ണ പരമഹംസരുടെ പവിത്രമായ ആധ്യാത്മിക സന്ദേശം പാശ്ചാത്യ ലോകത്തേക്ക് കൊണ്ടുവന്ന ഒരു സംഘം സന്യാസിമാരുടെ അനിഷേധ്യ നേതാവായിരുന്നു വിവേകാനന്ദൻ എന്ന്. ഇപ്പോൾ സ്വാമി ഞങ്ങളോട് അരുളി, വിവേകാനന്ദൻ അത്യുന്നതങ്ങളായ കുറച്ച് പൊങ്ങിയിരിക്കാമോ? വീഡിയോ മുഖം കാണുന്നില്ല. കുറച്ചും കൂടെ. ഓക്കെ. അതല്ലെങ്കിൽ വായിക്കുമ്പോ അണച്ചിട്ട് അനുഭവം പറയുമ്പോ ഓൺ ചെയ്താലും മതി. വീഡിയോ ഇതിപ്പം വീഡിയോ അടച്ചില്ല. മതിയല്ലോ അല്ലേ? ശരിയായി. ഇപ്പോൾ സ്വാമി ഞങ്ങളോട് അരുളി, വിവേകാനന്ദൻ അത്യുന്നതങ്ങളായ ആത്മീയ മണ്ഡലങ്ങളിൽ നിന്ന് മാനവരാശിക്കുള്ള സായി ദൗത്യത്തിൽ പങ്കെടുക്കാൻ ഭാഗഭാക്കാകാൻ വീണ്ടും വന്നിരിക്കുന്നു. 3 സായി അവതാരങ്ങളും മഹാസന്യാസിയായ സ്വാമി വിവേകാനന്ദൻ സഹായത്തിനായും ചേരുന്ന ആ ദൗത്യം എത്ര മഹത്തായിരിക്കും! ഈ വാർത്ത ഞങ്ങൾക്ക് മാത്രമുള്ളതാണോ? ആ സമയം ഞാൻ ആലോചിച്ചു, അല്ല, ഞങ്ങളുടെ ചെറുപ്പക്കാരനായ ഒരു അമേരിക്കൻ സുഹൃത്ത് ആൻഡ്രൂ ഷാർഡ് പിന്നീട് ഞങ്ങളോട് പറഞ്ഞു, സ്വാമി അതേ പ്രസ്താവന ആൻഡ്രൂസിയോടും അയാളുടെ കുറച്ച് സുഹൃത്തുക്കളോടും അരുളിയിരുന്നു എന്ന്. സ്വാഭാവികമായും സായി ഭക്തരുടെ ഇടയിൽ ഈ വാർത്ത പെട്ടെന്ന് പ്രചരിച്ചു. ഐറിസും ഞാനും വിചാരിച്ചു, 39-ാം വയസ്സിൽ ചെറുപ്രായത്തിൽ വിവേകാനന്ദ സ്വാമി ദിവംഗതനായി. സായി പ്രസ്ഥാനത്തിലെത്തുന്ന ആ ലോകഗുരുവിനെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ അറിയാനുള്ള സമയമായി എന്ന് തോന്നി. ഞങ്ങൾ
വിവേകാനന്ദ സ്വാമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കുന്നതിനിടയിൽ ഗോസ്പൽ ഓഫ് ശ്രീരാമകൃഷ്ണ എന്ന ബൃഹത് പുസ്തകം ഞങ്ങൾക്ക് ലഭിച്ചു. കൽക്കട്ടയിൽ നിന്ന് അധികം ദൂരെയല്ലാതെ ഗംഗാനദിയുടെ തീരത്തുള്ള ദക്ഷിണേശ്വരത്തിൽ ശ്രീ രാമകൃഷ്ണദേവന്റെ പാദങ്ങളിൽ ദിവസവും വന്നിരുന്ന യുവശിഷ്യരുടെ സംഘത്തോടുള്ള ഉപദേശങ്ങളുടെ ദൈനംദിന തത്സമയ വിവരണമാണ് ഈ പുസ്തകം. എൻ്റെ അഭിപ്രായം, ഇവിടെ ശ്രീ മർഫട്ട് പറയാണ്, എൻ്റെ അഭിപ്രായത്തിൽ ഈ പുസ്തകം അതിവിശിഷ്ടമായ ആധ്യാത്മിക കൃതിയാണ്. ഡയറി എഴുതിയിരുന്ന രീതിയിൽ ശിഷ്യന്മാരിലൊരാളായ വിനയാന്വിതം സ്വയം എം എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയാൽ എഴുതപ്പെട്ടത്. ഈ പുസ്തകത്തിൽ എങ്ങനെയാണ് പോയ ശതാബ്ദത്തിലെ 60കളിൽ പിന്നീട് വിവേകാനന്ദൻ എന്ന് പ്രശസ്തനായി ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഉപദേശങ്ങളെ ഭാരതത്തിന് പുറത്ത് ഭൂമിയുടെ 4 അതിരുകളിലേക്ക് പ്രചരിപ്പിച്ച സന്യാസികളുടെ സംഘത്തിൻ്റെ നായകൻ അവതരിച്ചത് എന്നതിൻ്റെ ചേതോഹരമായ ഒരു യഥാർത്ഥ വിവരണം ഞങ്ങൾ ദർശിച്ചു. ശ്രീരാമകൃഷ്ണദേവന്റെ ദുർബലമായ ഭൗതിക ശരീരത്തെയും കഴിഞ്ഞ ശതാബ്ദത്തിലെ യാത്രാ പരിമിതികളും പരിഗണിക്കുമ്പോൾ ശ്രീരാമകൃഷ്ണദേവന് തൻ്റെ വചനാമൃതം സ്വയം പ്രചരിപ്പിക്കാൻ എളുപ്പമല്ലായിരുന്നു എന്ന് വ്യക്തമാണ്. 1886 ശ്രീരാമകൃഷ്ണദേവൻ മഹാസമാധി അടഞ്ഞതിന് ശേഷം വിവേകാനന്ദ സ്വാമികൾ അർപ്പണബോധമുള്ള മറ്റു സന്യാസിമാരുടെ സഹായത്തോടെ ഈ ജോലി തൻ്റെ സദ്ഗുരുവായ ശ്രീരാമകൃഷ്ണദേവന് വേണ്ടി നിർവഹിച്ചു. ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ യുവശിഷ്യന്മാരോട് വിവരിച്ച ദർശനം ധ്യാനവേളയിലാണ് അദ്ദേഹം ദർശനം ലഭിച്ചത്. എങ്ങനെയാണ് മാനവരാശിയോടുള്ള തൻ്റെ ദൗത്യം ആരംഭിച്ചത് എന്ന പ്രധാന സംഭവവും എങ്ങനെയാണ് സ്വാമി വിവേകാനന്ദൻ അതിലേക്ക് ആകർഷിക്കപ്പെട്ടത് എന്നും വ്യക്തമാക്കുന്നു. ദർശനം ഇങ്ങനെ: ദേവീദേവന്മാർ വസിക്കുന്ന ചില പ്രദേശങ്ങളും കടന്ന് ഉയരത്തിലുള്ള ദിവ്യ തലങ്ങളിലേക്ക് അദ്ദേഹത്തെ ദേവാദികൾ കൊണ്ടുപോയി. ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ മുകളിലായി ക്ഷയം എന്തെന്നറിയാത്ത അനശ്വര സാമ്രാജ്യത്തിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. അവിടെ അദ്ദേഹം ബ്രഹ്മധ്യാനത്തിൽ ലയിച്ച 7 പുണ്യാത്മാക്കളെ ദർശിച്ചു. അടുത്തതായി, ചിലപ്പോൾ അവർ സപ്തർഷികളായിരിക്കാം, അടുത്തതായി നിർഗുണ ബ്രഹ്മത്തിൻ്റെ ഒരു ഭാഗം ഒരു ദിവ്യ ശിശുവായി പരിണമിച്ചു. ആ ശിശു ആ പുണ്യാത്മാക്കളിൽ ഒരാളുടെ മടിയിൽ പോയി ഇരുന്നു. ശിശുവിൻ്റെ മൃദുവായ സ്പർശനത്തോടെ ആ പുണ്യാത്മാവ് നയനങ്ങൾ തുറന്ന് വളരെയധികം വാത്സല്യത്തോടെ ആ ശിശുവിനെ നോക്കി. ആ ശിശു പ്രസ്താവിച്ചു, താൻ ഉടൻ തന്നെ മനുഷ്യനായി അവതരിക്കും. ആ പുണ്യാത്മാവിനോട് ശിശു മൗനപൂർവം ചോദിച്ചു, അദ്ദേഹവും ഭൂമിയിൽ അവതരിച്ച മാനവരാശിയെ രക്ഷിക്കാനുള്ള തൻ്റെ ദൗത്യത്തിൽ സഹായിക്കുമോ എന്ന് ആ പുണ്യാത്മാവ് അതിൽ സമ്മതിച്ചു. ശ്രീരാമകൃഷ്ണദേവൻ അരുളി, ആ പുണ്യാത്മാവാണ് നരേന്ദ്രൻ. താൻ തന്നെയാണ് ആ ദിവ്യ ശിശു എന്നും പിന്നീട് വെളിപ്പെടുത്തി. ശ്രീരാമകൃഷ്ണദേവൻ ശൈശവത്തിൽ നിന്ന് ശരീരാകൃതിയിൽ പ്രായപൂർത്തിയായ പുരുഷനായെങ്കിലും ജീവിത അവസാനം വരെ ഹൃദയം കൊണ്ട് അദ്ദേഹം ഒരു ശിശുവായി തന്നെ നിലകൊണ്ടു. ആ മഹർഷി വര്യൻ കൽക്കത്തയുടെ ഒരു പ്രാന്തപ്രദേശത്ത് അവതരിച്ചപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അതിനെക്കുറിച്ച് ബോധവാനായിരുന്നു. പക്ഷേ മഹർഷി മറ്റു മനുഷ്യരെ പോലെ മായയുടെ കടുംകട്ടിയായ ആവരണത്തിൽ കുടുങ്ങിയത് മൂലം തൻ്റെ ഉണ്മയെക്കുറിച്ച് സ്വയം അജ്ഞനായിരുന്നു. അദ്ദേഹത്തിന് നരേന്ദ്രൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. നരേൻ വളർന്ന് യുവാവായി. അദ്ദേഹം ശാരീരികമായി മഹാധീരനും മാനസികമായി അക്ഷോഭ്യനുമായിരുന്നു. അദ്ദേഹത്തിന് ശൈശവത്തിൽ തന്നെ നല്ല ഏകാഗ്രത ഉണ്ടായിരുന്നു. കാലക്രമത്തിൽ നരേൻ ശ്രീരാമകൃഷ്ണദേവന്റെ തൃപ്പാദങ്ങളിലെത്തി. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടന്നിരുന്ന തൻ്റെ ജീവിതോദ്ദേശത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ടാണ് അത് സംഭവിച്ചത്. ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ പ്രിയപ്പെട്ട നരനെ സ്വീകരിച്ചു.
താൻ മഹർഷിയാണെന്ന് അറിഞ്ഞാൽ നരൻ മായയുടെ മൂടുപടം വലിച്ചു കീറി അദ്ദേഹം യോഗ സാധനയിൽ കൂടി ദേഹം തേച്ചിട്ട് തൻ്റെ അലൗകികമായ മണ്ഡലത്തിലേക്ക് തിരിച്ചു പോയേക്കുമോ എന്ന് ശ്രീരാമകൃഷ്ണൻ ഭയപ്പെട്ടു. ഗുരു ശ്രീരാമകൃഷ്ണദേവൻ നരേന്ദ്രനെ അദ്വൈത വേദാന്ത തത്വശാസ്ത്രം പരിശീലിപ്പിക്കാനായി പുറപ്പെട്ടു. പക്ഷേ ബാല്യകാലത്തും യൗവനാരംഭത്തിലും ലഭിച്ച മതപരമായ ശിക്ഷണം മൂലം മനുഷ്യനും ഈശ്വരനും ഒന്നാണെന്ന് വിചാരിക്കുന്നത് ഈശ്വര നിന്നയാണെന്ന് ദൈവദൂഷണമാണെന്ന് നരൻ കരുതി. ഒരു ദിവസം ക്ഷേത്രത്തിലെ പൂന്തോട്ടത്തിൽ വെച്ച് ഒരു സുഹൃത്തിനോട് നരൻ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്ത് മഠയത്തരം, ഈ ജഗ് ഈശ്വരനാണ്, ഈ കപ്പ് ഈശ്വരനാണ്, നമ്മൾ കാണുന്നതെല്ലാം ഈശ്വരനാണ്, നമ്മളും ഈശ്വരനാണ്, ഇതിൽ കൂടുതൽ അസംബന്ധമായി പരിഹാസ്യമായി ഒന്നുമില്ല. ഇങ്ങനെയാണ് അദ്ദേഹം തൻ്റെ ഗുരുവിൻ്റെ അദ്വൈത തത്വത്തെക്കുറിച്ച് വിചാരിച്ചത്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അടുത്തുള്ള തൻ്റെ മുറിയിൽ നിന്ന് പുറത്തു വന്ന് മൃദുവായി നരേന്ദ്രനെ സ്പർശിച്ചു. അതിൻ്റെ ഫലം നരേന്ദ്രൻ ഉടനെ തന്നെ മനസ്സിലാക്കി. ഈ കാണായതെല്ലാം സർവവും ഈശ്വരനാണെന്ന ഒരു പുതിയ അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായി. ആ അവസ്ഥയിൽ ഭക്ഷണം വിളമ്പുന്ന താലങ്ങൾ, ഭക്ഷിക്കുന്ന താനും ചുറ്റുമുള്ള ആളുകളും എല്ലാം ഈശ്വരനാണെന്ന് അദ്ദേഹം കണ്ടെത്തി. വഴിയിൽ കൂടി നടന്നപ്പോൾ കുതിരകൾ, ആളുകളുടെ പ്രവാഹം, കെട്ടിടങ്ങൾ എല്ലാം ഈശ്വരനാണെന്ന് കണ്ടു. അദ്ദേഹത്തിന് ദൈനംദിന കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നത് പോലും പ്രയാസമായി തീർന്നു. അദ്ദേഹം രോഗബാധിതനാണെന്ന് ചിന്തിച്ച് മാതാപിതാക്കൾ ഉത്കണ്ഠാകുലരായി. ഈ അനുഭവത്തിൻ്റെ തീവ്രത സ്വല്പം കുറഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ ചുറ്റുമുള്ളതെല്ലാം ഒരു സ്വപ്നമാണെന്ന് കണ്ടു. ജീവിതത്തിലെ സാധാരണ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിന് ആവശ്യമായ ദ്വൈതീഭാവത്തിലേക്ക് തിരിച്ചു വരാൻ കുറച്ച് ദിവസങ്ങൾ തന്നെ വേണ്ടി വന്നു. നരേന്ദ്രൻ വരാനിരിക്കുന്ന ഒരു മഹത്തായ അനുഭവത്തിൻ്റെ സ്വാദ് അറിഞ്ഞു. അദ്വൈത വേദാന്ത തത്വങ്ങൾ സത്യമെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ആ അനുഭവം വളരെ അമൂല്യവും അർത്ഥവത്വമായിരുന്നു. അദ്ദേഹം ഒന്നുകൂടി മനസ്സിലാക്കി, ആപേക്ഷികമായ താരതമ്യാധിഷ്ഠിതമായ ലോകത്തിൽ ഒരു വ്യക്തിഗതമായ ഈശ്വരൻ്റെ ആവശ്യം അനുപേക്ഷണീയമാണെന്ന്. ഇവിടെ സ്വാമി പറയാണ്, ഭഗവാനിൽ പ്രതീക്ഷ വയ്ക്കൂ, അവിടുത്തെ പ്രീതി നേടൂ. ഈശ്വരനിൽ പ്രതീക്ഷ വയ്ക്കുന്നവൻ മുക്തിക്കും മോക്ഷത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതില്ല. ഏറ്റവും മെച്ചമായത് നിങ്ങൾക്ക് എപ്പോൾ കിട്ടണമെന്ന് ഈശ്വരൻ അറിയാം. നിങ്ങൾക്ക് അർഹിക്കുന്നതും പ്രയോജനപ്രദവുമായതും അവിടുന്ന് നൽകും. ഈശ്വരനിൽ പ്രതീക്ഷ വയ്ക്കുക. പ്രതിസന്ധികൾ ഈശ്വര സന്നിധിയിൽ സമർപ്പിക്കുക. മോക്ഷമോ മുക്തിയോ പിന്നീട് ആഗ്രഹിക്കേണ്ടതില്ല. പുനർവിചിന്തനമില്ലാതെ ഇത് തുടർന്നാൽ അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ശമിപ്പിക്കും. ഈശ്വരനോട് ചേർന്ന് നിൽക്കൂ, അവിടുന്ന് നിങ്ങളെ അനശ്വരനാക്കി തീർക്കും. ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം കിട്ടാൻ ഈശ്വരീയ നിർദ്ദേശങ്ങൾ അനുസരിക്കണം. ഗീതയിലെ നിർദ്ദേശം പോലെ ഈശ്വരന് പൂർണ്ണ സമർപ്പണം നടത്തണം. ബാബ ഇനി അനുഭവങ്ങൾ പങ്കുവച്ചു. അനുഭവങ്ങൾ പറയാൻ പ്രത്യേകിച്ച് എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് തന്നെ വ്യക്തമായിട്ട് തോന്നുന്നില്ല. പക്ഷെ കാരണം നമ്മുടെ ജീവിതം അങ്ങനെയായിരുന്നു ചെറുപ്പകാലങ്ങളിൽ. പ്രത്യേകിച്ച് അന്ന് വളർന്നു വന്നത് ഒരു നിരീശ്വര സാഹചര്യത്തിൽ. എനിക്കൊന്ന് സ്വാമിയിലേക്ക് എത്തണമെങ്കിൽ തക്ക ഒരു പാരമ്പര്യമാണെന്നാണ് എൻ്റെ പൂർണ്ണ ബോധമായിട്ട് കരുതിയിരിക്കുന്നത്. അത് ആ പാരമ്പര്യം വരുന്നത് ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ നമ്മൾ ഈശ്വര ഭജനം നടത്തുന്നവർ പിൽക്കാലത്ത് ഇതാണ് സത്കുലത്തിൽ, നല്ല കുലത്തിലേക്ക്, നല്ല കുലം എന്ന് ഉദ്ദേശിക്കുന്നത് ഈശ്വര ഭക്തിയുള്ള കുലത്തിലേക്ക് ജനിക്കുമെന്ന്. അതാണ് യാഥാർത്ഥ്യം. അതാണ് ശ്രീമതോ ഐശ്വര്യോ എന്നുള്ള പ്രത്യേക ശ്ലോകം തന്നെയുണ്ട് ഭഗവത്ഗീതയിൽ. അപ്പോൾ അത് വെച്ച് പ്രകാരം മുമ്പാണ്. പക്ഷെ ഏതായാലും നമുക്ക് ചെറുപ്പത്തിൽ ആ ഒരു സാഹചര്യമായിരുന്നു. കാരണം ചിലപ്പോൾ നിത്യവും കേൾക്കുന്നത് സ്വാമിയെക്കുറിച്ചുള്ള നിന്ദകളാണ്. പക്ഷേ നമ്മളെ കേട്ടോ അതിനെപ്പറ്റിയ ബോധമൊന്നും അന്ന് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് പിന്നെ ഈശ്വരവിശ്വാസം എന്തുവെന്നറിയില്ല. കാരണം അന്ന് ഏകദേശം 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ വലിയച്ഛനെ മേശപ്പുറത്തൊരു ഭഗവത്ഗീത കണ്ടത്. അത് പുതിയ പുസ്തകം കിട്ടി എന്തായാലും വായിക്കുക, ഒരു സ്വഭാവമാണ്.
അത് എന്തോ അറിയില്ല, അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ഇതാണ്, വഴിത്തിരിവായി തീർന്നു. ഗീത ഞാൻ അന്ന് 9ാം ക്ലാസ് 10ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടൊന്ന് വായിച്ചു തീർത്തു. വെറുതെ ആ സംസ്കൃതം ചൊല്ലുകയും ചെയ്തു, അതിന് മലയാളം വായിച്ചു. പിന്നീടാണ് സംസ്കൃതം പഠിക്കാനുള്ള ഒരു താല്പര്യം വന്നത്. കാരണം ഗീതയിലെ ഈ ആശയങ്ങൾ എൻ്റെ മനസ്സിൽ ആകർഷിച്ചു. പക്ഷേ എവിടുന്ന് സംസ്കൃതം പഠിക്കും? അന്ന് സ്കൂളൊന്നും സംസ്കൃതം ഉണ്ടായിട്ടില്ല. അതും കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് കോളേജിൽ പഠിച്ചപ്പോൾ അവിടെ സ്കൂൾ പഠിക്കാത്തവർ സംസ്കൃതം പഠിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് സംസ്കൃതം പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, അത് നടന്നില്ല. അപ്പോൾ പിന്നെ ഡിഗ്രിക്ക് ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ സംസ്കൃതം തന്നെ പഠിച്ചു. ഈ സാഹചര്യത്തിലും നമുക്ക് നമ്മുടേതായ സംസ്കാരം എന്താണെന്ന് വേണ്ട വിധം അറിയാൻ സാധിച്ചിട്ടില്ല. കാരണം എന്താ കാരണം അറിയാമോ? നമുക്ക് മഹാന്മാരായ ജനങ്ങളുടെ സ്വാധീനം വേണം. അതാണ് ഇവിടെ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്ന് ഉപനിഷത്തിൽ പറഞ്ഞു. വളരെ ചിന്തിക്കേണ്ട വസ്തുവാണ് കേട്ടോ. ഉത്തിഷ്ഠത ജാഗ്രത എന്ന് പറഞ്ഞാൽ ഈ ആത്മതത്വം അറിയാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കൂ, ജാഗരൂകനായിരിക്കൂ. ഏറ്റവും ഒടുവിലത്തെ വാക്കാണ് ഏറ്റവും ആവശ്യം. പ്രാപ്യവരാൻ നിബോധത വളരെ അർത്ഥവത്തായ വാക്കാണ്. ആ വാക്കിനർത്ഥം, വരാൻ എന്നുള്ളതിനർത്ഥം ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാർ, അവരെ കണ്ട് അവരിൽ നിന്ന് സ്വയം ഉണരുക എന്നർത്ഥം. ഈ ഒരു ബന്ധം എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട് കേട്ടോ. എവിടെയെങ്കിലും അറിയില്ല, എങ്ങനെയല്ലോ എത്തിപ്പെടും. നല്ല ജനങ്ങളുമായിട്ടുള്ളൊരു സംസർഗം, അത് എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല. യാദൃശ്ചികം ഒന്ന് ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് അച്ഛൻ തന്നെയായിരുന്നു. അച്ഛന് വേറൊരു വീട് വാടക കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ വന്ന ആള് നല്ലൊരു മനുഷ്യൻ. ആ ഒരു ബന്ധം ഞാൻ ഇപ്പോൾ ഓർമ്മ ദാമോദരൻ നായർ, അദ്ദേഹം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു മഹത് വ്യക്തിത്വം എൻ്റെ മനസ്സിൽ കുടികൊള്ളുക. നല്ലൊരു അദ്ദേഹത്തിൻ്റെ ഒരു ആദർശനിഷ്ഠമാർന്ന ഒരു ജീവിതം, അതെൻ്റെ ജീവിതത്തിൽ അങ്ങേറ്റവും കാരണം നിരന്തരം ഈശ്വരഭക്തിയും ഭജനയും അങ്ങനെ കഴിയുന്ന ഒരു അദ്ദേഹം NCC ഓഫീസറായിരുന്നു. ആ ഒരു ജോലി ചെയ്യുന്ന ആളായിരുന്നു. എങ്കിലും നിരന്തരമായ അദ്ദേഹത്തിൻ്റെ സാധനയും മറ്റും എൻ്റെ മനസ്സിൽ, പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം, ഇതെല്ലാം കണ്ടപ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സ്വാധീനം അദ്ദേഹത്തിലൂടെ എനിക്ക് കാണാൻ സാധിച്ചു. അതൊരു വലിയൊരു നേട്ടമായിട്ട് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇതാണ് ഒരു പ്രധാന ഘടകം. അതും കഴിഞ്ഞ് കോളേജിലേക്ക് എത്തുമ്പോഴാണ്, ഡിഗ്രി പഠിക്കുമ്പോൾ വേറെ പ്രത്യേകത, അന്ന് പുരാണ കഥകളിലുണ്ടായിരുന്നു സിനിമകളായിട്ട്. അതും നമ്മുടെ മനസ്സിൽ നല്ല സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഹരിചന്ദ്രൻ്റെ സിനിമ, അത് നേരത്തെ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞ പോലെ, കാരണം മഹാത്മാഗാന്ധിക്ക് ആ ഒരു ക്വാളിറ്റി അതാണ്. കാരണം കണ്ടായ ആ ഹരിചന്ദ്ര നാടകം, ഇവിടെയാണെങ്കിൽ ഹരിചന്ദ്ര സിനിമയും അതേപോലെ സ്വാമി അയ്യപ്പൻ തുടങ്ങിയ ചില നല്ല നല്ല സിനിമകൾ, ആ സിനിമ കലക്ക് തനതായ പ്രാധാന്യമുണ്ട്, വ്യക്തമാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഈശ്വര ബോധം അങ്കുരിക്കാൻ തുടങ്ങി. പക്ഷെ എങ്കിലും അന്നെല്ലാം കുട്ടികളുടെ ഫ്രണ്ട്സ് ക്ലാസ്മേറ്റ്സ് എല്ലാം കളിയാക്കും. പക്ഷെ എങ്കിൽ നമ്മളങ്ങനെ ചിന്തിക്കാറില്ല. ഇടയ്ക്ക് എപ്പോൾ കാവിലേക്ക് പോകും. അവിടെ നമ്മളെ നാട്ടിലുള്ള കാവ് നാട്ടിലൂർ കാവാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ ആൾക്കാർ അവിടെ പോയി തൊഴാനെ പോകുന്നിട്ട് കളിയാക്കും. പക്ഷെ നമ്മളത് അറിയില്ല. പക്ഷെ എങ്കിലും നമ്മൾ അറിയാണ്ട് കാരണം ഒരു സത്സംഗം കിട്ടണം, അങ്ങ് പോവാൻ. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ മഹാന്മാരായ പല സിദ്ധന്മാരെന്ന് പറയാൻ പറ്റില്ല, ആ രീതിയിലുള്ള ആ സ്റ്റേജിലെത്തിയ ചില മഹാന്മാരെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഒരാളാണ് നമ്മൾ സാധാരണ വിളിക്കുന്നത് ചന്തുട്ടേട്ടെന്ന് വിളിക്കുക. ഒരു അപാര വ്യക്തിത്വമാണ് കേട്ടോ അദ്ദേഹം. എപ്പോഴും മുഷിഞ്ഞ ഷർട്ടാണ് ഇടുക. ഇപ്പോഴൊക്കെ കാര്യമായ പണി ചെയ്യുക എന്താണെന്ന് പറഞ്ഞാൽ അവിടെ കാവെല്ലാം അടിച്ചു വാരും, വൃത്തിയാക്കും. അങ്ങനെയുള്ളൊരു പ്രകൃതിയാണ്. പക്ഷേ അദ്ദേഹത്തിന് സംസാരത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവ് അപാരമാണ്. എനിക്ക് തോന്നുന്നത് അതാണ് ഇവര് വേറെ ഒന്നും ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന ഈ അറിവ് വളരെ അഗാധമായിട്ട് തോന്നുകയാണ്. ചിലപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ രീതിയെക്കുറിച്ചെല്ലാം അദ്ദേഹം പല ഉപമകളിലൂടെ പറയും. എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അദ്ദേഹം പറയുന്ന ഒരു വസ്തുത, നമ്മളെ മനസ്സിന് എപ്പോഴും ചഞ്ചലമാണ്. അദ്ദേഹം പറയാണ് അത് എപ്രകാരം എന്ന് പറഞ്ഞാൽ, ഒരു പൊയ്ക ഉദ്ദേശിക്കുന്ന ഒരു കുളം ഉദ്ദേശിക്കുന്നതായിക്കോട്ടെ, ഒരു കൊണ്ടെന്ന് ഉദ്ദേശിക്കും, കുളം എന്ന് കൊണ്ടെന്ന് അദ്ദേഹം പറയാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാണ് ആമ്പലിൻ്റെ ഇലകൾ കാണാം നിറച്ചും. അപ്പോൾ ഈ ഇലകൾ നിറച്ചും കഴിഞ്ഞ് നമുക്ക് ആ വെള്ളം കാണില്ല. പക്ഷേ എപ്പോഴാണ് ഈ വെള്ളം കാണുക എന്ന് പറഞ്ഞാൽ, ഒരു കാറ്റടക്കം അടിക്കുമ്പോൾ ആ വെള്ളം ആ ഇലയങ്ങ് നീങ്ങിയിട്ട് നമ്മെ ആ ജലം കാണാനിടയാക്കും. ഇതേപോലെയാണ് ഈശ്വര ദർശനം എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല വിധിയുടെ പല കാറ്റുകൾ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് അടിക്കുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സിലായ തമോ ഗുണങ്ങളങ്ങ് മാറിയിട്ട് സാത്യ ഗുണം പ്രകാശിച്ചുകൊണ്ട് ആ ജലം കാണുന്നത് പോലെ
നമുക്ക് ആ ഈശ്വരൻ്റെ ആ ഒരു അറിവിലേക്ക് നമ്മെ എത്തിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു അപാര വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പോൾ നമ്മളെങ്ങനെയുള്ള ആ ജനങ്ങളെ കാണുമ്പോഴാണ് അത് എനിക്ക് തോന്നുന്നത്, നമ്മളെ ജോലി ഇന്ന് ജോലി എന്നല്ല അർത്ഥം. ജോലിയൊന്നും ഇല്ലാത്ത ആ, സാധാരണക്കാരിലും അപാരമായ അറിവുണ്ട്. അതിനെക്കുറിച്ച് മഹാഭാരതത്തിൽ കഥ കണ്ടിട്ടുണ്ട്. കാരണം അതിൽ ജാജ്വലി എന്ന ഒരു മഹർഷിയെക്കുറിച്ച് പറയുന്നുണ്ട് മഹാഭാരതത്തിൽ. അത് കാണുമ്പോൾ ഇദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നത്, ആ ജാജ്വലി എന്ന ആ ഋഷിയുടെ പ്രത്യേക, അദ്ദേഹത്തിന്റെ പേര് തുലാധരൻ എന്നാണ്. തുലാധരൻ എന്ന് പറഞ്ഞാൽ തുലാസ് പിടിച്ച് നടക്കുന്ന ആൾ. ആ തുലാസ് പിടിച്ച് നടക്കുന്ന ആളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇയാള് എന്തെങ്കിലും ഒരു കച്ചവടം നടത്തണമെങ്കിൽ ആദ്യമായിട്ട് തുലാസ് എന്ന നേരെയാക്കണം, എന്നിട്ടാണ് ചെയ്യുക സാധാരണയായിട്ട്. അപ്പോൾ പക്ഷെ ഇദ്ദേഹത്തെ പോലെ ഇത്ര അറിവുള്ള ഒരു വ്യക്തിയെ ഋഷിമാർക്ക് പോലും കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു. ഇദ്ദേഹം എങ്ങനെയാണ് ഈ കച്ചവടം നടത്തിയിട്ട്, നേരത്തെ ബിസിനസ് മാനേജർ എന്ന് പറയാം, ഈ കച്ചവടം നടത്തിയിട്ട് ഇത്ര അഗാധമായ അറിവ് ഇദ്ദേഹത്തിന് എങ്ങനെ കിട്ടി എന്ന കാര്യത്തിൽ ഋഷിമാർക്ക് പോലും അത്യാശ്ചര്യമുണ്ടായി. ഉടനെ മഹർഷിമാർ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങക്ക് എങ്ങനെയാണ് ഈ തുലാസ് അവിടെ, അതായത് തുലാസ് പിടിച്ചുകൊണ്ട് ഈ കച്ചവടം നടത്തിക്കൊണ്ട് ഇത്ര വലിയ അറിവ്, നമുക്ക് പോലും നമുക്ക് ചിന്തിക്കാനാവാത്ത പല അറിവുകളും അങ്ങിൽ നിന്ന് കിട്ടുന്നു, അതെങ്ങനെ അങ്ങക്ക് സാധിച്ചു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞ എന്താ അറിയുമോ? ഇതാണ്, എൻ്റെ ഗുരു ഈ തുലാസിന്റെ തട്ടാണ്. ഈ തുലാസിന്റെ തട്ട് എന്ന് പറയാൻ കാരണം എന്താ അറിയോ? തുലാസിന്റെ തട്ടാണ് എൻ്റെ ഗുരു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കച്ചവടം നടത്തണമെങ്കിൽ, എന്തെങ്കിലും ഒരു ബിസിനസ് നടത്തുന്നതിന് മുമ്പായിട്ട് എനിക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ തുലാസിന്റെ തട്ടം നേരെയാക്കണം, എന്നാൽ മാത്രമേ തൂക്കാൻ പറ്റുള്ളൂ, അല്ലെ? തൂക്കം ശരിയാവില്ല. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യേണ്ടത് തുലാസിന്റെ ഈ തട്ട്, എന്തെങ്കിലും ഒരു വസ്തു സാധനം വാങ്ങാൻ വരുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് ചെയ്യാനുള്ളത് തുലാസിന്റെ തട്ടൊന്ന് നേരെയാക്കുകയാണ്. അപ്പോൾ ഈ തുലാസ് എന്നെ പഠിപ്പിച്ചത് എന്താ അറിയുമോ? ആർജവം, സ്ട്രേറ്റ് ഫോർവേഡ്നെസ്. ജീവിതത്തിൽ ഏറ്റവും വേണ്ടുന്ന ഒന്നാണ് നേരെ വാ നേരെ പോ എന്ന്. അതാണ് എന്നെ പഠിപ്പിച്ചത്. ഈ ആർജവത്തിൽ നിന്നാണ് എനിക്ക് അറിവ് കിട്ടിയത് എന്നാണ്. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ജോലിയല്ല പ്രധാനം, അറിവും വിദ്യാഭ്യാസവും അല്ല പ്രധാനം. ഈ ആർജവം ഈ അറിവിലേക്ക് നയിക്കുന്നു എന്ന മഹാഭാരതത്തിന് കിട്ടുന്ന ഒരു അപാരമായ പാഠം. അതെ എൻ്റെ ജീവിതത്തിൽ വളരെ അർത്ഥവത്തായിരുന്നു. ഞങ്ങൾക്ക് തോന്നിയൊരു വസ്തുവാണ്, 10-27 വർഷം കോളേജിൽ, പയ്യന്നൂർ കോളേജിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ അറിവ് ഇത് തന്നെയാണ്. നമ്മളെ ഈ വളഞ്ഞ വഴിയിലൂടെ എന്തെല്ലാം നേടാൻ നോക്കിയാലും അതൊന്നും എവിടെ എത്തില്ല. നമ്മൾ കഴിയുന്നതും ആർജവം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ശാന്തിയും സമാധാനവും ലഭിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമുക്ക് ഈ ശാന്തിയും സമാധാനവും കിട്ടുക എന്നുള്ളത്. അതിന് ഏറ്റവും ആവശ്യം ഈ ആർജവമാണ്. അതാണ് ഭഗവാൻ പറഞ്ഞത്, സത്യം, ധർമ്മം, അഹിംസ, പ്രേമം, ശാന്തി. ഈ ശാന്തിയാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടേണ്ടത്. ആ ശാന്തി വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ആർജവം കൂടാതെ ആവില്ല എന്നൊരു വലിയ പാഠം ഈ മഹത് വ്യക്തി ചന്തുട്ടിയേട്ടൻ എന്ന ആ മഹത് വ്യക്തിയിലൂടെ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാദകമലത്തിൽ നിന്ന് അദ്ദേഹം ഇന്നില്ല, നമസ്കരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആചാര്യന്മാർ വളരെയധികം ഉണ്ട്. അവരെ എനിക്കൊന്ന് സമാധിയായ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെയുള്ള അപൂർവം ചിലര്, പ്രത്യേകിച്ച് അവിടെ ആ കാവിൽ എന്തെന്നില്ലാത്ത ശക്തി കേട്ടോ. അവിടെ ഈ അണ്ടലൂർ കാവ് എന്ന് പേര് വരാൻ കാരണം എന്താ അറിയുക? ആണ്ട വില്ല് ഊരാണ് അണ്ടലൂർ. എന്താണ് അതായിട്ട് അണ്ടലൂർ എന്താണ്? ആണ്ടവൻ എന്ന് പറഞ്ഞ ഈശ്വരൻ്റെ വില്ല് ഉള്ള ഊര്. കാരണം ഇന്നും അവിടെ താഴേക്കാവിൽ ഒരു ആട്ടം എന്ന കലയുണ്ട്. ആ കല നടത്തുമ്പോൾ അവിടെ ആ വില്ല് വീണ ഒരു പ്രദേശം ഇപ്പോഴും ഉണ്ട് കേട്ടോ. അവിടെ ഇന്നും അവിടെ വിശുദ്ധമായിട്ട് കണക്കാക്കും. അവിടെ പറയാണ്, ശ്രീരാമന്റെ ചാവം പൊട്ടിക്കുമ്പോൾ വളരെ ദൂരമായിട്ടൊരു കഷ്ണം തെറിച്ചു വീണാണെന്ന് പറയപ്പെടുന്നു. അതാണ് ആ വില്ലിന്റെ കഷ്ണം. അതാണ് ആണ്ട വില്ല് ഊരാണ് അണ്ടലൂർ. അപ്പോൾ അത് കണ്ടപ്പോൾ ഇതാണ് ആ പ്രദേശങ്ങൾ, തൊട്ടപ്പുറമുള്ള പ്രദേശങ്ങൾ വെളിച്ചമുണ്ടായി എന്നർത്ഥാണ്. പിണരായി എന്നർത്ഥാണ്. പിണർന്ന് വെളിച്ചമുണ്ടായി, അതാണ് പിണറായി. അപ്പോൾ പക്ഷെ നമുക്ക് ആ തത്വം നമ്മളിന്ന് ഓർമ്മിക്കുന്നില്ല. ആ ഒരു വസ്തു നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഏതാണ് ഈ ഒരു തത്വമാണ്. ഏതായാലും അവിടെ ഇന്നും ആ കാവിൽ ഇന്നും ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടിന് വില്ലൊപ്പിക്കലാണ്. അപ്പോൾ ഏതായാലും അതുമായിട്ട് ബന്ധമുണ്ട്. പോട്ടെ, ഞാനത് യാഥാർത്ഥ്യമായപ്പോൾ നമുക്കിങ്ങനെയുള്ള ഈ കാവിൻ്റെതായ ഒരു സംസ്കാരം, അതെനിക്ക് മനസ്സിലൊരു ശാന്തലും. എന്താണ് കാവിൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അതേക്കുറിച്ച് എന്തിപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഒരു വാസ്തുവാണ്. അതായത് ഈ നിറച്ചും ഇന്നും വൃക്ഷങ്ങളോടുള്ള സ്നേഹം ഉണ്ടാവാൻ കാരണം ഈ കാവിൻ്റെതായ ഒരു സംസ്കാരമുണ്ടാകും. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ ഇഷ്ടം പോലെ അരയാൽ നട്ടിട്ടുണ്ട്. അരയാൽ മാത്രമല്ല, ഞാറൽ കാവിൽ ഏറ്റവും അധികം ഉണ്ടാകുന്നതാണ്.
ഇതാ ഈ വർഷവും ഞാൻ 2 ഞാറൽ ആ താഴെ കാവിലേക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള മരങ്ങളെല്ലാം മുറിച്ചു. അപ്പോൾ തീർച്ചയായും ഞാൻ അവിടെ നാടാൻ വേണ്ടി അവിടെ കൊടുത്തു. അപ്പോൾ ഇന്നും അതിന് കാരണം ഈ കാവ് എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളുടെ വൃക്ഷനിബിഡമായ പ്രദേശമാണ്. മാത്രമല്ല അതിന് വേറെ പ്രത്യേകത, അതിൻ്റെ കൂടെ വെളിച്ചെണ്ണയാണ് സാറിന് കത്തിക്കുക. അത് കത്തിക്കുമ്പോൾ ആ വെളിച്ചെണ്ണയുടെ ആ തീനാളത്തിൻ്റെ ആ പ്രകാശം, ആ സസ്യങ്ങളുടെ ആ പച്ചപ്പിൻ്റെ ഇടയിലൂടെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനഃശാന്തത, അതിന്നും എൻ്റെ മനസ്സിൽ തളം കെട്ടിയിരിക്കുകയാണ്. അത് വളരെ എഫക്റ്റീവാണ്. ഇതാണ് ഇതിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ എന്തുകൊണ്ട് ഈ കാവുകളുടെ പ്രത്യേകത, കാവുകൾ വെളിച്ചെണ്ണയാണ് സാധാരണ ഉപയോഗിക്കുക. എന്തുകൊണ്ടാണ് ഇതിന് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്? ഇന്നിപ്പോൾ ഏറ്റവും വലിയ വിഷയമായിട്ടുള്ള ഒരു വസ്തുവാണ് വെളിച്ചെണ്ണ. എന്തുകൊണ്ടാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്? ഇപ്പോൾ ആ പേര് ഞാൻ ആലോചിച്ച് നോക്കി തോന്നിയ ഒരു വസ്തുവാണ്. നമ്മളിന്ന് എള്ളിൻ്റെ എണ്ണയ്ക്ക് എള്ളെണ്ണ എന്നാ പറയാം, കടലെണ്ണ എന്നാൽ പിന്നെ എന്തുകൊണ്ട് തേങ്ങ എണ്ണ എന്ന് ഈ വെളിച്ചെണ്ണയ്ക്ക് പറയുന്നില്ല? വെളിച്ചത്തിൻ്റെ എണ്ണ എന്നാണ് പറയാൻ കാരണം. അതെന്താണെന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല, ആ കാവിൻ്റെതായ ഒരു സംസ്കാരമാണ്. ആ സംസ്കാരമാണെങ്കിൽ നമുക്ക് വല്ലതും കിട്ടിയെങ്കിൽ എനിക്ക് വല്ലതും ഉണ്ടെങ്കിൽ ആ ഒരു സംസ്കാരമാണ്, ആ വെളിച്ചത്തിൻ്റെ സംസ്കാരം. അതാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. കാരണം വെളിച്ചത്തിൻ്റെ എണ്ണയാണ്. അവിടെ വെളിച്ചത്തിനാണ് പ്രാമുഖ്യം നൽകുന്നത്. അതായത് കാവിൻ്റെതായ ആ വെളിച്ചം നൽകുന്നത്. അപ്പോൾ അവിടെ ഭക്ഷണത്തിന് അതീതമായ ഒരു ദൗത്യം, ആ വിളക്ക് കത്തിക്കുക, വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് അതിന് വെളിച്ചെണ്ണ എന്ന് പേര് വരാൻ കാരണം. മാത്രമല്ല ഇന്ന് കാണുന്ന പോലെയല്ല, ഇന്ന് അവിടെ വേറെ പ്രത്യേകതയുണ്ട്. അവിടെ ഈ വെളിച്ചവുമായി ബന്ധപ്പെട്ടാണ് വെളിച്ചപ്പാട് കാവിൻ്റെ. അപ്പോൾ അതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. രണ്ടാമതായിട്ട് അവിടെ അന്തിത്തിരിയൽ. യഥാർത്ഥത്തിൽ അന്ന് കാവുകളിൽ പൂജാരിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഈ പൂണൂലിട്ട ബ്രാഹ്മണരല്ല കാവുകൾ ഉണ്ടാകുന്നത്. അവിടെ അന്തിത്തിരി എന്നാണ്. ഈ അന്തിത്തിരി എന്ന് പറഞ്ഞാൽ അന്തിക്ക് തിരി കൊളുത്തുന്ന വ്യക്തിയാണ്, മഹത് വ്യക്തിയാണ് അന്തിത്തിരിയൻ. അദ്ദേഹം കേവലം അന്തിത്തിരിയനല്ല, വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി വളരെ ശാന്തമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അന്തിത്തിരിയൻ. ഇന്ന് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇന്ന് പൂണൂലിട്ട ബ്രാഹ്മണർ തന്നെ കാവുകളിൽ പൂജ നടത്തി പ്രസാദം കൊടുക്കുമ്പോൾ ചില ഭാഗത്ത് ഒരു ഭാഗത്ത് ഇദ്ദേഹം ഞാൻ നേരിൽ കണ്ടാണ്, ഒരു ഭാഗത്ത് ഇദ്ദേഹം മൊബൈൽ ഫോണിൽ സംസാരിക്കും, വേറെ ഭാഗത്ത് ചന്ദനവും തീർത്ഥവും നൽകും. പക്ഷെ ഇതൊന്നല്ല അന്നത്തെ ആ രീതി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാർന്ന ഒരു മതാതീതമായ ഒരു സംസ്കാരം അവിടെ നിലനിന്നിട്ടുണ്ട് എന്ന് ഒരു വ്യക്തത നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഈ കാവിന് മതമില്ല കേട്ടോ, നമ്മളെ അനുഭവത്തിൽ കണ്ടാണ്. ഞാൻ അവിടെ ഇന്നും ദൈവത്താർ ഈശ്വരൻ അവിടുത്തെ പ്രധാനപ്പെട്ട തെയ്യാണ്. ഓ സോറി, ഞാൻ മതി നിർത്താം സാർ. അപ്പോ നമുക്ക് ഈ കാവുകളുടേതായ ഒരു സംസ്കാരം എനിക്ക് കിട്ടിയത് അതിൽ നിന്ന് പിന്നീട് പയ്യന്നൂരെത്തിയപ്പോൾ നമ്മുടെ മലടിച്ചറുമായിട്ടുള്ള ബന്ധം, അതേപോലെ ടീച്ചറുടെ അച്ഛൻ നാരായണ പൊതുവാൾ, ഇവരെ എന്നെ പയ്യന്നൂർ സമിതിയിലേക്ക് എത്തിച്ചു. അത് എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ള വസ്തുവാണ്. ഇനി മറ്റൊരു വസ്തുത, ഇവിടെ പിന്നീട് കണ്ണൂർ വന്നപ്പോൾ കണ്ണൂർ സമിതി എത്തിയപ്പോൾ അവിടെ വളരെ ആത്മാർത്ഥമായി സർവം അങ്ങേയറ്റം അർപ്പണ മനോഭാവത്തോടുകൂടി ഒരു കൂട്ടർ, പയ്യന്നൂർ എനിക്ക് മറക്കാൻ പറ്റില്ല, കോമാഷ പോലുള്ള ഒരു അർപ്പണ മനോഭാവത്തിലുള്ള ഒരു വ്യക്തിത്വം നമുക്ക് ഇന്നും മനസ്സിൽ നിൽക്കുകയാണ്. അതുപോലെ കുഞ്ഞമ്പോട്ടൻ, ഇവരെല്ലാം ഇന്നും ആ സമിതിയുടെ ഒരു പ്രധാനപ്പെട്ട ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കണ്ണൂരെത്തിയപ്പോൾ അതേപോലെ തന്നെ സുഗന്ധവല്ലി ടീച്ചർ, പൈതൽ മാഷ്, അവരെല്ലാം അന്തരിച്ചു. എങ്കിലും ശകുന്തൾ ടീച്ചർ, എങ്കിലും ഇവരെല്ലാം ഇന്നും എൻ്റെ മനസ്സിൽ. മാലി ടീച്ചർ, അവിടെ ഒരു മാലി ടീച്ചർ അവർ ബാലവികാസത്തിന് അങ്ങേറ്റം ഡിവോട്ടഡ് ആയ വ്യക്തിയാണ്. ടീച്ചർ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞാൽ എന്ത് തിരക്കായാലും എനിക്കാവില്ല എന്ന് പറയാൻ പറ്റില്ല. ടീച്ചറുടെ ആ ഒരു ആത്മാർത്ഥത, ഇതെല്ലാമാണ് നമ്മെ ഇവിടേക്ക് എത്തിച്ചത്. ഇനിയും നമുക്ക്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഭജന പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് സായിയുടെ സാഹിത്യം വായിക്കണം. ആ സാഹിത്യം വായിക്കുമ്പോഴാണ് നമുക്ക് തനതായ അറിവും അതിൻ്റെതായ സംസ്കാരവും ലഭിക്കുക എന്ന യാതൊരു സംശയമില്ല. കാരണം ഒരു സായി ഡിവോട്ടി എവിടെയും സമൂഹത്തിൽ പ്രശോഭിക്കാൻ സാധിക്കും. സ്വാമിയുടെ ആശയങ്ങൾ നാം വേണ്ട വിധം പഠിച്ചാൽ പോരാ, അത് സ്വാംശീകരിക്കും. അതാണ് ഏറ്റവും പ്രധാനം. അത് നമ്മൾ വായിച്ച് സ്വാംശീകരിക്കുമ്പോൾ അത് സമൂഹത്തിന് ഒരു മഹത് വെളിച്ചമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ വെളിച്ചം നമ്മെ പ്രചോദിപ്പിക്കുമാറാകട്ടെ. ധിയോ യോ ന പ്രചോദയാത്. സായിറാം.
സാറി നിർത്തി സാർ പറയാം. సాయిరాం భగవాన్ ప్రసన్నం. ముఖ్యము మనం అనేక విధమైనటువంటి యొక్క సాధనలు చేస్తున్నాము. ఇంకా పైన ఈ సాధనతో కాదు మనం ఆచరణలో పెట్టాలి. We've been doing different types of sadhana for a long ఏది time. చెప్పుతున్నామో, ఏది తలస్తున్నామో, ఏది మనం చేస్తున్నామో, ఈ మూడింటి యొక్క ఏకత్వాన్ని మనం నిరూపించాలి. Enough of all sadhanas. We should practice now. We should prove the unity of thought, word and deed in our own ప్రాపర్ actions. స్టడీ ఆఫ్ మ్యాన్కైండ్ ఈజ్ మ్యాన్. అదే అప్పుడు ఈ మానవుడిగా రూపొందుతావు. Then only you can really become a proper man, and it is in this context it is ఈ said, మూడింటి యొక్క ఏకత్వమే ఇది కాకపోతే మనస్ అన్యత్, వచస్ అన్యత్, కర్మ అన్యత్, దురాత్మనం, నీవు దురాత్ముడిగా మారిపోతావు. if you cannot unify your word, thought and deed and make them go in three different directions, you are a duratma and not a mahatma at all. అందుకోసమే హార్ట్, హెడ్, హ్యాండ్, ఇది 3HV. ఈ మూడింటి ఎందుకు మనము సరైన ఆచరణలో నిరూపించాలి, ఆదర్శంగా మనం నిరూపించాలి. It is with reference to our heart, our head and our hand. We should prove ourselves as a model, as an ideal, కనుకనే and as ఈనాడు an example. ఆధ్యాత్మికం అంతా కూడా కేవలం ఆడంబరంగా రూపొందుతూ ఉంటుండాలి. Today all our spirituality is becoming only a big show. కావాల్సిన ఉపన్యాసాలు చెప్తున్నాము, We are delivering very big speeches. కావాల్సిన సేవ చేస్తున్నాము, We are also undertaking భజనలు service. జరుపుతున్నాము, We are also doing bhajan ఇంకా ఇంకా అనేక విధమైన సాధనలు చేస్తున్నాము. and many more things. ఎన్ని are చేసి undertaken. ప్రయోజనమేంటి? మూడింటి యొక్క ఏకత్వం కాక Without bringing about unity between thought, word and deed, what is the use of doing any number of things ఈ in a day? సప్తరజో తమో గుణముల యొక్క ఏకత్వాన్ని మనం అనుభవించాలి. We should experience the unity of Sattva, Raja and Tamo అప్పుడే gunas. మనకు ఆనందము, Then only we are full of అప్పుడే bliss. ఆత్మ సందర్శనం. Then only we can get the vision of us. సాయిరాం భజన ಮಾಡುವ. പുരന്ദര രംഗാ ഹരേ വിഠല, പുരന്ദര രംഗാ ഹരേ വിഠല, പണ്ഡരി രംഗാ ഹരേ വിഠല, പണ്ഡരി രംഗാ ഹരേ വിഠല, പുരന്ദര രംഗാ ഹരേ വിഠല, നരഹരി രംഗാ ഹരേ വിഠല, നരഹരി രംഗാ ഹരേ വിഠല, മുരഹര രംഗാ ഹരേ വിഠല, മുരഹര രംഗാ ഹരേ വിഠല, പുരന്ദര രംഗാ ഹരേ വിഠല, പണ്ഡരി രംഗാ ഹരേ വിഠല, പുരന്ദര രംഗാ ഹരേ വിഠല, നരഹരി രംഗാ ഹരേ വിഠല, മുരഹര രംഗാ ഹരേ വിഠല, മുരഹര രംഗാ ഹരേ വിഠല, പുരന്ദര രംഗാ ഹരേ വിഠല. സായി ഉപമ. കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ അത് ഭഗവാൻ തടയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വിതുരർ ശ്രീകൃഷ്ണനോട് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ എല്ലാവർക്കും ഗുണങ്ങളും ശക്തികളും നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും അവരവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് അത് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. ഇപ്രകാരം പ്രവർത്തിച്ചുകൊണ്ടാണ് ഓരോരുത്തരും മെച്ചപ്പെടുവാൻ പഠിക്കുന്നത്. പിച്ച വെച്ച് നടന്നുകൊണ്ട് ഒരു ശിശു നടക്കുവാൻ പഠിക്കുന്നു. സാവകാശത്തിൽ അവന്റെ ചുവടുകൾ ഉറപ്പുള്ളതാകുന്നു. അനുഭവം കൊണ്ട് ഏറ്റവും വിഷമേറിയതെങ്കിലും ഏറ്റവും ഉത്തമമായത് നേടുവാൻ കഴിയും. തീ തൊട്ടാൽ പൊള്ളുമെന്ന് എത്രയൊക്കെ പറഞ്ഞാലും മനസ്സിലാവില്ല. തീ തൊട്ട് വിരൽ പൊള്ളുന്നത് വരെ അതെന്താണെന്ന് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് ഞാൻ ഉപദേശം എപ്പോഴും ആവർത്തിച്ച് നിങ്ങൾക്ക് നൽകാറുണ്ട്.
ചിലപ്പോൾ എനിക്ക് ഒരേ കാര്യം മാത്രമേ പറയാനുള്ളൂ എന്ന് പോലും നിങ്ങൾ വിചാരിച്ചേക്കാം. ഒരു അമ്മ തൻ്റെ കുഞ്ഞിന് മനസ്സിലാവുകയും അനുസരിക്കുകയും ചെയ്യുന്നത് വരെ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നു. അതുപോലെ വേദമാതാവും ഗീതമാതാവും വിഭിന്നമായ അവസരങ്ങളിൽ ഒരേ സത്യത്തെ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പല രീതിയിൽ ഉപദേശിക്കുന്നു. ബാബ സൈറാം. സായിരാം. മനോഹരൻ മാഷ് വായനയും അനുഭവവും നല്ല രീതിയിൽ പറഞ്ഞ് സമയക്കുറവ് കൊണ്ട് ലക്ഷ്മൺ പൂർത്തിയാക്കാൻ മാഷ് കഴിഞ്ഞില്ല. പറഞ്ഞോളൂ. സമസ്ത ലോകാ സുഖിനോ ഭവന്തു, സമസ്ത ലോകാ സുഖിനോ ഭവന്തു, സമസ്ത ലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായി.